ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ്. നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടായിരുന്നു വൂള് വെച്ചിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിന്ന് വൂള് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വൂളിൻ്റെ കൂടെ വേറൊരു സ്പെഷ്യൽ സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ വൂൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൂളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് വൂള് വെച്ചിട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഫെവി ബോണ്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വൂള് ചുറ്റാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. എന്നാലും ഒന്ന് നിങ്ങൾ കണ്ടേക്ക്, ഇൻ കേസ് ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കിപ്പോൾ സൗദിയിൽ ഒരുപാട് ഗ്ലാസ് ബോട്ടിൽസിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നല്ല ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്താലാണ് നമ്മളുടെ ഈ ഒരു ക്രാഫ്റ്റ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ബോട്ടിലിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആർട്ട് ഗ്ലാസ്സിലായാലും പ്ലാസ്റ്റിക് ബോട്ടിലായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വൂള് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വൂള് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ നൂലുണ്ടല്ലോ, ആ നൂലോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി നൂലോ, അതല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ ക്ലോത്ത് തുണികളുണ്ടല്ലോ, തുണി ഇങ്ങനെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അതായാലും ചുറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ബനിയൻ ഒക്കെ ഇല്ലേ, പഴയ ബനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ നല്ല കളർഫുൾ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിയിട്ട് അതിനെങ്ങനെ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ നൂല് പോലെയാവും. ബനിയൻ സ്റ്റഫിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതെടുത്ത് വലിച്ച് ഇങ്ങനെ നൂല് പോലെ ആക്കിയിട്ട് അതായാലും ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാനുമ്പോൾ നമുക്ക് ചാക്ചരട് കിട്ടും, അത് ആയാലും ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു സാധനം നൂല് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ വൂള് കൊണ്ട് ഇത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വൂള് കൊണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഇത് ഇത്രയും ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കൂ, ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുക്കുക കണ്ടോ, മുകളിൽ നിന്ന് താഴത്തോട്ട്. എന്നിട്ട് ഇതിനിങ്ങനെ ചുറ്റി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാം. വീണ്ടും നമ്മൾ മുകളിലോട്ട് എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അതിനെ മുകളിലോട്ട് ഇതുപോലെ എടുക്കാം. പിന്നെ വീണ്ടും അതിനെ താഴോട്ട് എടുക്കാം. പിന്നെ ആ നേരത്തെ എടുത്തതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും എടുക്കുക. അങ്ങനെ 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 നമ്മളിതിനെ ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു വേറെ കളറ് വൂള് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ലുക്കായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു നൂല് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് 2 കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്താൽ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പഗടി എന്നൊക്കെ പറയും, നോർത്ത് ഇന്ത്യൻസ് തലയിലൊക്കെ കെട്ടുന്നില്ലേ, അങ്ങനെ ലെയർ പോലെ ആ ഒരു ലെയർ കിട്ടും കേട്ടോ. അപ്പോൾ അത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഞാനിപ്പോൾ ഗ്ലൂ ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ത്രെഡ് ഉണ്ട്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ക്യാപ്പ് തുറന്നിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൽ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഈ തെർമോക്കോൾ ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 2 വർഷം മുന്നേ ബോംബെയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ക്രാഫ്റ്റ് ചെയ്യാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള തെർമോക്കോൾ ബോൾസ് ആണ്. കുറച്ച് പിന്നെ കുറച്ച് മോൻ്റെ കഴിഞ്ഞ വർഷത്തേക്ക് ക്രാഫ്റ്റ് ബുക്കിൽ ബാക്കി വന്നിട്ടുള്ള ബോൾസൊക്കെ ഞാൻ അങ്ങനെ കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് ഇല്ലെങ്കിൽ ഇതുപോലെ പിസ്താഷ്യൽ കളർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഗ്ലൂ കൈമുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇതുപോലത്തെ പിസ്താഷ്യൽ കളർ ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ബീഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയാലും മതി കേട്ടോ. അതല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓർബീസ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്കറിയോ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊന്തുന്നത്, അങ്ങനത്തെ അതായാലും നമുക്ക് ഇതിലിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും, ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. പക്ഷേ ഇതിൽ നമുക്ക് മണി പ്ലാന്റ് വെക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ തെർമോക്കോൾ ബോൾസ് നാശമായി പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല. ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടിട്ട് മണി പ്ലാന്റ് വെക്കാം കേട്ടോ, ഈ ഒരു ഇത് തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നുള്ളത്, ഇതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത്ര നല്ലതല്ല. നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതും അതുപോലെ തന്നെ ബീഡ്സും എന്താണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ആ വൂള് എത്രയുണ്ടോ അത്രയും വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ അടച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ആ ത്രെഡ് നമ്മൾ ആ ക്യാപ്പുമ്പോൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വൂള് കട്ട് ചെയ്ത് മാറ്റാതെ ഇങ്ങനെ നിർത്താൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ആ ക്യാപ്പിൻ്റെ ഭാഗം അറ്റം വരെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഇട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എൻഡ് ഭാഗത്ത് ഗ്ലൂ ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കേണ്ടി വരും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ചുറ്റുക കേട്ടോ. ഓക്കെ, എന്നിട്ട് മുകളിലോട്ട് ആക്കാൻ ചിലപ്പോൾ ഇത്തിരി പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റ് ഒക്കെ ഇപ്പോൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല. ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ വരെ ചുറ്റി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് ഗ്ലൂ നന്നായിട്ട് ചുറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുത്തു. അതിന് ശേഷം നമ്മളൊരു പേപ്പർ പീസ് റൗണ്ടിൽ നമ്മുടെ ക്യാപ്പിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ വോൾ ഇങ്ങനെ ചുറ്റി ഒരു കോയിൽ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടാകുമ്പോൾ ആ ഒരു കോയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ബോട്ടിലിൽ തന്നെ നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുത്ത് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടും നന്നായിട്ട് ചെയ്യാൻ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ ക്യാപ്പുമ്പോൾ കുറച്ച് ഗ്ലൂ ഇട്ട് ആ കോയിൽ സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം ഒരു വൂൾ എടുത്തിട്ട് വൂള് നമ്മളിതാ ഇതുപോലെ കൈയ്യും ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഒരു ബോ പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു വൂള് വീണ്ടും എടുത്തിട്ട് അതങ്ങ് കെട്ടിക്കൊടുക്കുക. സെൻറ്റർ ഭാഗം കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരു നെക്കിൽ നമ്മൾ നേരത്തെയൊക്കെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വിരിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു ബോയുടെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു ത്രെഡ് ഇങ്ങനെ നമ്മളെപ്പോഴും കെട്ടി കൊടുക്കാറുണ്ടല്ലോ നെക്കിൽ, അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് അതുപോലത്തെ ഒരു സ്റ്റാറിൻ്റെ ഒരു ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് പിന്നെ ബാക്കി ആ ഒരു വോളുമ്മലും അവിടെയായിട്ട് കുറച്ച് സ്റ്റാർസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മിററോ സ്റ്റാറോ എന്താണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഒന്നും കൂടെ ഡെക്കറേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വൂളിൻ്റെ അത്രയും ഭാഗം വെച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൂളില്ലെങ്കിൽ സാധാരണ ത്രെഡുകളോ എന്തെങ്കിലും ബനിയനോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് വെള്ളം ഒഴിച്ച് മണി പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.